രാജ്യം സംഘർഷ സാഹചര്യത്തിലാണ്, സൈനിക നടപടിയിലാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളും വിവരങ്ങളും തന്നെയാണ് ന്യൂസ് മലയാളത്തിലൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരുന്നത് സൈന്യം പുറത്തുവിട്ട ദൃശ്യമാണ്. ഡ്രോൺ ആക്രമണത്തെ ഫലപ്രദമായി നമ്മൾ പ്രതിരോധിക്കുന്ന സൈന്യം പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഗൗതം അമരകുഞ്ചം കൂടി തുടരുന്നുണ്ട്. ഗൗതം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഈ അതിർത്തികളിലെ സാഹചര്യത്തെക്കുറിച്ചും പാകിസ്ഥാനിലെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയെക്കുറിച്ചും ഇനി നടക്കാൻ പോകുന്ന മീറ്റിംഗുകളെക്കുറിച്ചും ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്ന തിരക്കിട്ട നീക്കങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. ഇനിയിപ്പോൾ ഈ രാജ്യം കൈക്കൊണ്ടിരിക്കുന്ന നയതന്ത്ര നിലപാടുകളെ കുറിച്ചുകൂടി നമുക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇന്നലെ ഈ ഒരു ആക്രമണം ഉണ്ടായതിനു ശേഷം, ഒരു 8 മണിക്കു ശേഷം സൈനിക നടപടിയിലേക്ക് ഇരു രാജ്യങ്ങളും കടന്നതിനു ശേഷം സുരക്ഷാ കൗൺസിലിലെ 5 രാജ്യങ്ങളെ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ NSA അജിത് ഡോവൽ US, UK, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾക്ക് പുറമെ അദ്ദേഹം ജപ്പാനുമായും സൗദിയുമായും UAEയുമായും ഒക്കെ സംസാരിച്ചു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അദ്ദേഹം 13 രാജ്യങ്ങളുമായി സംസാരിച്ചു. അങ്ങനെ ഈ ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇക്കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ അജിത് ഡോവലിന് കഴിഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ നിലവിലെ ഒരു സാഹചര്യം മറ്റ് രാജ്യങ്ങളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര നീക്കത്തെ ഈ ഘട്ടത്തിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം ഗൗതം? ഇത് നയതന്ത്രപരമായ നടപടിയെ സംബന്ധിച്ച് ഇപ്പോൾ സ്വീകരിച്ച നിലപാടല്ല. ഇതിന് മുൻപ് തന്നെ, അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നയതന്ത്ര നടപടിയെ സംബന്ധിച്ച് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണുള്ളത്. അതിൽ പുനഃപരിശോധന ആവശ്യപ്പെട്ടത് UN ആണ്. ഒരു പുനഃപരിശോധന ആവശ്യപ്പെട്ടത്, അതായത് ഐക്യരാഷ്ട്രസഭ. നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭ ലോകരാഷ്ട്രങ്ങളെല്ലാവരെയും ഒരേ കണ്ണിലോടുകൂടി തന്നെയാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് സിന്ധു നദീജല കരാർ പിൻവലിച്ച നടപടി അതൊന്ന് പുനഃപരിശോധിക്കണം, അതിനെക്കുറിച്ച് വീണ്ടും ഇന്ത്യ ആലോചിക്കേണ്ടതുണ്ട് എന്ന നിലയിൽ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു പ്രതികരണം നടത്തിയിരുന്നു. അത് മാറ്റിവെച്ച് കഴിഞ്ഞാൽ മറ്റ് മേഖലകളിൽ നിന്നെല്ലാം തന്നെ, പ്രത്യേകിച്ച് അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ജപ്പാൻ ആയിക്കോട്ടെ, സൗദി ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, മറ്റ് എല്ലാ രാജ്യങ്ങളും നൽകുന്ന പിന്തുണ ഇന്ത്യക്ക് തന്നെയാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായി നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ പ്രകടമായി അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 2 കാര്യങ്ങളിലാണ്. ഒന്ന്, UN സുരക്ഷാ കൗൺസിൽ യോഗം നടന്നിരുന്നു. UN സുരക്ഷാ കൗൺസിൽ യോഗം അടച്ചിട്ട മുറിയിൽ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ തങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായൊരു വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണത്തിൽ അതിനുശേഷമാണ് UN സെക്രട്ടറി ജനറലായിട്ടുള്ള ആന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ പ്രതികരണത്തിൽ ഇന്ത്യ നിലവിൽ നടത്തിയിരിക്കുന്ന അക്രമങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിക്കണം, ഇതിനുശേഷം ഇത് നയപരമായി പരിഹരിക്കാൻ കഴിയുന്നതാണ് എന്ന നിലപാടിലേക്ക് എത്തിയത്. അപ്പോൾ അവർക്കും കൃത്യമായ ധാരണയുണ്ട്, ഇതൊരു നയപരമായി പരിഹരിക്കപ്പെടാൻ കഴിയുന്ന സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളത്, അതിനെ ആ രീതിയിൽ തന്നെ ഇടപെടണം. ഇതിൽ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ ഏറ്റവും നിർണായക കാര്യമായി ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്, അത് ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയാണ്. ആ ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കുന്നതിന് ലോകരാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കാൻ മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്ക് ലഭിക്കുമ്പോൾ തന്നെ മറുവശത്ത് പാകിസ്ഥാൻ അതിനെ പിന്തുണയ്ക്കുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. പാകിസ്ഥാനിൻ്റെ മന്ത്രിമാർ ഉൾപ്പെടെ, മേധാവികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയത്, സൈനിക മേധാവികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയിരുന്നു. അവിടെയാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന നയവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് ചേരാതിരിക്കാൻ, അല്ലെങ്കിൽ പാകിസ്ഥാൻ എപ്പോഴും വിസമ്മതിച്ചു പോകുന്ന, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന നടപടിയിലേക്ക് പോകുന്നത് കാര്യങ്ങൾ. അതായത് ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കണമെങ്കിൽ അതിന് പാകിസ്ഥാൻ ഇന്ത്യയും ഒരുമിച്ച് വിചാരിക്കണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യ കാലാകാലങ്ങളായി നേരിടുന്ന ഈ ഭീഷണിയെ ഒറ്റയടിക്ക് ഒരു ഓപ്പറേഷനിലൂടെ തുടച്ചു നീക്കാമെന്നുള്ള വലിയ തരത്തിലുള്ളൊരു വിചാരം, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരൊറ്റ ഓപ്പറേഷനിലൂടെ ഇതെല്ലാം അവസാനിക്കുമെന്നുള്ള ധാരണ നമുക്കുമില്ല. നമ്മൾ ഇതാവശ്യപ്പെടുന്നത് ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കപ്പെടണം. അതിന് എന്ത് നിലപാട് സ്വീകരിക്കാൻ കഴിയും, ആ നിലപാടിന് നമുക്ക് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നിന്നും എന്ത് തരത്തിലുള്ള പിന്തുണ ലഭിക്കും, ആ പിന്തുണ നേടുകയാണ് പ്രധാനമായ കാര്യം. മറ്റു കാര്യങ്ങൾ, അതായത് ഈ ഇറക്കുമതി നിർത്തിയതുമായി ബന്ധപ്പെട്ടോ, അല്ലെങ്കിൽ സിന്ധു നദീജല കരാർ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടോ, ഷിംല കരാർ പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള ചർച്ചകൾ 2ാം ഘട്ടത്തിൽ നമ്മൾ ഏറ്റെടുത്ത് നടത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ആ രീതിയിൽ തന്നെയാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ UN ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്, ഞങ്ങൾ എസ്കലേറ്റ് ചെയ്തു പോയി ഉള്ള ഒരു ആക്രമണത്തിലേക്ക്, ഒരു നടപടിയിലേക്ക്, ഒരു സൈനിക നീക്കത്തിലേക്ക് കടക്കുന്നില്ല. അത് ഒരു ഘട്ടത്തിലും ഇന്ത്യ അത് കടക്കുന്നില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. മറുവശത്ത് ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കപ്പെടണം. ഇന്നലെയും മെനിങ്ങാന്നും ഒക്കെയായി നടന്നിട്ടുള്ള ചർച്ചകൾ, പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഇന്ത്യയിലുണ്ടായിരുന്ന വിദേശകാര്യ അംബാസഡർമാരെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തി വിദേശകാര്യ മന്ത്രി കാര്യങ്ങൾ വ്യക്തമാക്കുന്നു, മന്ത്രാലയം സ്ഥിതിഗതികൾ വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ വിദേശകാര്യ സഹമന്ത്രിമാർ, പ്രതിരോധ സഹമന്ത്രിമാർ മറ്റു രാജ്യങ്ങളിലെത്തി ഇവിടുത്തെ സ്ഥിതിഗതികൾ വിശേഷിപ്പിക്കുന്നു. നിലവിലുള്ള നടപടി, ഇതുവരെ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന നടപടി, അത് ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ മാത്രമാണ്. അത് നമ്മൾ പാകിസ്ഥാനിൽ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ എടുത്ത് നോക്കിയാൽ പോലും, അല്ലെങ്കിൽ തിരിച്ചടി എടുത്ത് നോക്കിയാൽ പോലും, ഓപ്പറേഷൻ സിന്ദൂർ എടുത്ത് നോക്കിയാൽ പോലും അത് വ്യക്തമാണ്. അപ്പോൾ ഇതാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനമായ നയതന്ത്രമായ നിലപാട്. ഈ ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കുന്നതിന് മറ്റ് രാജ്യങ്ങളുടെ പിന്തുണ തേടുക. ആ പിന്തുണ ഇന്ത്യക്ക് നിലവിൽ ലഭിച്ചിട്ടുണ്ട്. ടെററിസം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി, ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള ഇന്ത്യയുടെ നടപടികളിലെല്ലാം ഒപ്പം നിൽക്കുമെന്ന് റഷ്യ പറയുന്നു, ബ്രിട്ടൻ പറയുന്നു, US പറയുന്നു, ജപ്പാൻ കഴിഞ്ഞ ദിവസം സമാനമായ അഭിപ്രായം പങ്കുവയ്ക്കുന്നു, സൗദി അറേബ്യ ഇതിനോടകം തന്നെ ആവർത്തിച്ചത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം ഇറാൻ വിദേശകാര്യ സെക്രട്ടറി ഇവിടെ സന്ദർശിക്കുന്ന വേളയിൽ അദ്ദേഹവും അക്കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. ഈ ഭീകരവാദ പ്രവർത്തനം അവസാനിക്കപ്പെടണം. അത് ഇരു രാജ്യങ്ങൾക്കും ഒരു തരത്തിലുള്ള ഗുണവും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ഇരു രാജ്യങ്ങൾക്കും നൽകുന്ന തിരിച്ചടികളും ചെറുതല്ല. അപ്പോൾ ആ മേഖലയിലാണ് ഇന്ത്യയുടെ പരമപ്രധാനമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്, ആ നയപരമായ സമീപനം ഉണ്ടായിരിക്കുന്നത്. രണ്ടാമതായി, നിലവിൽ പാകിസ്ഥാൻ ഉയർത്തുന്ന അവകാശവാദം, അത് ഇന്ത്യ പാകിസ്ഥാൻ സിവിലിയന്മാരെ ആക്രമിച്ചു, പ്രകോപനമൊന്നും കൂടാതെ പാകിസ്ഥാനിലേക്ക് കടന്നുകയറ്റം നടത്തി, ആക്രമണം നടത്തി എന്നതാണ് പാകിസ്ഥാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ആ ശ്രമങ്ങളെ ഇന്ത്യ കൃത്യമായ രീതിയിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ദൃശ്യങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൻ്റെ അല്ലെങ്കിൽ തിരിച്ചടിയുടെ വിശദാംശങ്ങൾ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായും റഷ്യയും US-ഉം ജപ്പാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളുമായുള്ള ചർച്ചകൾക്ക് ഇന്ത്യ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കണ്ടത്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം വളരെ കൃത്യമായ പ്രിസിഷൻ സ്ട്രൈക്കിൻ്റെ ഓരോ മൂവ്മെൻറ്റും പങ്കുവെച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവിട്ട് അവർ അത് വിശദീകരിച്ചത് രാജ്യം. ഇനി മറ്റൊന്ന്, പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്ന വലിയ പ്രതിസന്ധി അത് ഈ നദീജലവുമായി ബന്ധപ്പെട്ടതാണ്. നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങിയതുമായി ബന്ധപ്പെട്ടും, രണ്ടാമതായി ഇറക്കുമതി നിരോധിച്ചതുമായി ബന്ധപ്പെട്ടുമാണ്. ഈ ഇറക്കുമതി നിരോധിച്ചതുമായി ബന്ധപ്പെട്ടും അതിനോടൊപ്പം തന്നെ സിന്ധു നദീജല കരാറിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ടും രാജ്യത്തിന് രണ്ട് കൃത്യമായ നിലപാട് ഉണ്ട്. അത് നയപരമായി നൽകിയ തിരിച്ചടിയാണ് എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഇറക്കുമതിയിലൂടെ അല്ലെങ്കിൽ പാകിസ്ഥാൻ അവർക്ക് ലഭിക്കുന്ന ഇറക്കുമതി, ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ നടത്തുന്ന ഇറക്കുമതിയിലൂടെ ലഭിക്കുന്ന പണം അതെന്തിന് വിനിയോഗിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകുമ്പോഴാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ പാക് മന്ത്രിമാർ നടത്തിയിട്ടുള്ള, പാക് പ്രതിനിധികൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ, ഞങ്ങൾ ഭീകരവാദത്തെ പിന്തുണയ്ക്കുകയായിരുന്നു, ഞങ്ങൾ അവർക്ക് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്, അവർക്ക് മൗന അനുവാദങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള വെളിപ്പെടുത്തൽ, ആ വെളിപ്പെടുത്തൽ വളരെ പ്രസക്തമായി നിലനിൽക്കുന്നത്. അപ്പോൾ രാജ്യം തീരുമാനിക്കുകയാണ്, ഞങ്ങൾ ഇവിടെ ഇറക്കുമതി നടത്തിക്കൊണ്ട് ഇവിടെ സാധനങ്ങൾ വിറ്റഴിച്ചുകൊണ്ട് ലഭിക്കുന്ന പണം ഈ രാജ്യത്ത് തന്നെ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി സംഭാവനയായി നൽകുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ മാറുന്നു എന്നൊരു വിലയിരുത്തൽ അത് രാജ്യം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വ്യാപാര കരാറുകളിൽ നിന്ന്, ഇറക്കുമതി കരാറുകളിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിന് വേണ്ടി രാജ്യം തീരുമാനിച്ചത്. ഈ കരാറുകൾ പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ, സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറിയ തീരുമാനം അത് പുനഃസ്ഥാപിക്കപ്പെടണമെങ്കിൽ ആത്യന്തികമായി രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരൊറ്റ നയപരമായ സമീപനം മാത്രമേ ഉള്ളൂ. അതിനോട് പാകിസ്ഥാൻ ഇതുവരെ യോജിക്കുന്നില്ല, അതിൽ പാകിസ്ഥാൻ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ആ വിഷയം എന്ന് പറയുന്നത് ഭീകരവാദം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഭീകരവാദികളെ ഇന്ത്യക്ക് കൈമാറണം. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ തങ്ങളുടെ രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കെതിരെ കൃത്യമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം. ഇന്ത്യ അത്തരത്തിലുള്ള നടപടി, പാകിസ്ഥാൻ അത്തരം നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അതിനാവശ്യമായ പിന്തുണ നൽകാൻ ഇന്ത്യ ഉൾപ്പെടെ തയ്യാറാണ് എന്നുള്ള ഇന്ത്യയുടെ നിലപാടും ഇതിനോടകം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആത്യന്തികമായി ഇതിനകത്ത് നിലനിൽക്കുന്ന നയപരമായ പ്രശ്നം, ഈ നയപരമായ പിന്തുണ ഈ പാകിസ്ഥാനിൽ നിന്നുൾപ്പെടെ നടക്കുന്ന ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കുന്നതിന് ഈ ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് സിന്ധു നദീജല കരാർ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യവും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ ഈ രണ്ട് നിലപാടുകളോടും, രാജ്യങ്ങളുടെ, ലോകരാഷ്ട്രങ്ങളുടെ ഈ രണ്ട് അഭിപ്രായത്തോടും വളരെ മാന്യമായ നിലപാടിലാണ് നിലവിലുള്ളത്. ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത് UN ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ചർച്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ്, UN ഈ വിഷയങ്ങളിൽ നടത്താനിരിക്കുന്ന നയപരമായ സമീപനങ്ങൾ പുനഃപരിശോധിക്കണമെന്നുള്ള ആവശ്യത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം അതിന് മുന്നോടിയായി നടക്കേണ്ടത് ക്രോസ് ബോർഡർ ടെററിസം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി
പാകിസ്ഥാൻ്റെ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാകുമെന്നും അതിനനുസരിച്ചുള്ള നയരൂപീകരണം നടക്കണമെന്നുമാണ് ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അപ്പോൾ ഇതിൽ തീരുമാനമാകുന്നതനുസരിച്ചായിരിക്കും മറ്റ് നയപരമായ നടപടികളിലേക്ക് കടക്കുക. ഇനി ഒരു കാര്യം കൂടിയുള്ളത്, നിലവിൽ ഇന്ത്യക്ക് സ്വീകരിച്ചിരിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് സൈനിക തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഏറ്റവും ഒടുവിൽ JD വാൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കൂടി നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ, US വൈസ് പ്രസിഡന്റാണ് JD വാൻസ്. അദ്ദേഹം ഇവിടെ സന്ദർശിക്കുന്ന വേളയിലാണ് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങിപ്പോവുകയും തുടർന്ന് കഴിഞ്ഞ ദിവസം മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കുന്നത്. JD വാൻസ് പറയുന്നത്, ഇന്ത്യയോ പാകിസ്ഥാനോ ഈ ആയുധം താഴെ വെക്കണമെന്ന് പറയാനുള്ള അവകാശം അല്ലെങ്കിൽ അതിന് അമേരിക്ക തയ്യാറാകുന്നില്ല. അത്തരമൊരു നിലപാടിലേക്ക് അമേരിക്ക പോകുന്നില്ല. അതേസമയം ഇത് നയപരമായി പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടിൽ നേതൃത്വം നൽകാൻ അമേരിക്ക തയ്യാറാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ മുൻ ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ നിലനിൽക്കുന്നുണ്ട്. അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നുൾപ്പെടെയുള്ള പ്രചരണങ്ങൾ നടന്നിട്ടുണ്ട്. മറുവശത്ത് ചൈന അതിനോടകം ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളുണ്ട്. ചൈന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഈ ഉയരുന്ന ടെൻഷൻ, ഈ സംഘർഷങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇതിൽ കൃത്യമായ ചൈന ആരുടെയും പക്ഷത്തല്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ചൈനയുടെ നിലപാട്. എന്നാൽ അതിൽ ഘടകവിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്ന് ഏവർക്കും അറിയാം. അതിൻ്റെ വിമർശനങ്ങൾ നിലനിൽക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത ജെറ്റ് വിമാനങ്ങളുടെ അവശിഷ്ടങ്ങൾക്കകത്തു നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുന്നിൽ തെളിവുകളായി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചൈനീസ് നിലപാടുമായി ബന്ധപ്പെട്ട് നമുക്കൊരു പക്ഷേ അത് തർക്കവിഷയമായി നിലനിൽക്കുമ്പോൾ പോലും യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്നുള്ള നിലപാടിൽ തന്നെയാണ് അവരുമുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജപ്പാനും പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ്. ജപ്പാൻ ഇന്ത്യക്ക് പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട്. ക്രോസ് ബോർഡർ ടെററിസത്തിന് തടയുന്നതിനുള്ള നടപടികളിൽ ആധുനികമായ സാങ്കേതിക വിദ്യകളോ അല്ലെങ്കിൽ മറ്റ് സഹകരണങ്ങളൊക്കെ ഉറപ്പാക്കിക്കൊണ്ട് അതിനെ ചെറുക്കാൻ ജപ്പാൻ തയ്യാറാകുന്നുണ്ട്. അതേസമയം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് പോകാനും ആയുധം താഴെ വയ്ക്കാനും ആവശ്യപ്പെടുന്ന നിലയിലേക്ക് അവരും ഇടപെടുന്നില്ല. കാരണം ഇത് ആഭ്യന്തരമായ വിഷയമാണ്. ഇത് കാലാകാലങ്ങളായി നിലനിൽക്കുന്ന വിഷയമാണ്. ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയപരമായ പ്രശ്നത്തിന് മാത്രം ഒതുങ്ങുന്നതല്ല. ഇതിൽ ഒരു രാജ്യം കാലങ്ങളായി ആ നയത്തോട് വിയോജിപ്പ്, വിമുഖത പ്രകടിപ്പിക്കുന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലുള്ള പ്രശ്നമാണ് എന്ന വിലയിരുത്തലാണ് നിലവിലുള്ളത്.